തങ്ങളെ സ്വന്തം മതജാതി സ്വത്വങ്ങളുടെ പേരിലാണ് ആക്രമിക്കുന്നതെന്ന ബോധം മർദ്ദിത മതജാതി വിഭാഗങ്ങൾക്ക് അനിവാര്യമായും ഉണ്ടാകും. എന്നാൽ നിങ്ങളെ മാത്രമല്ല, സൂക്ഷ്മതലത്തിൽ നമ്മളെയെല്ലാമാണ് അവർ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നതെന്ന് മർദ്ദിത മതജാതി സമൂഹങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്താനും അതിലേറെ ആഴത്തിൽ അക്കാര്യം സ്വയം ബോധ്യമാവാനുമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും സർവ്വമതത്തിലും പെട്ട ഒന്നിലും പെടാത്ത ജനായത്തവാദികൾക്ക് കഴിയണം. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്നല്ല, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമുക്കൊന്നിച്ച് സമരം ചെയ്യാം എന്നൊരാശയമാണ് വികസിപ്പിക്കപ്പെടേണ്ടത്. മതം മാറിയാലെന്താ എന്ന് നിവർന്നു നിന്ന് ചോദിക്കേണ്ടവർ അങ്ങനെ ചോദിക്കാനാവാത്ത വിധം ചുരുങ്ങിപ്പോകുമ്പോഴാണ് നിങ്ങൾ മതപരിവർത്തന ശ്രമം നടത്തിയിട്ടല്ലേ അവർ ആക്രമിക്കുന്നത് എന്ന അപകടകരമായ അലസ ചോദ്യം ഉണ്ടാവുന്നത്. ഇനി ആ മതം മാറ്റത്തിൽ ആരെങ്കിലും നിർബന്ധം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, പരിവർത്തന വിധേയരായവർക്ക് പരാതിയുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് നിയമപാലകരാണ്. ബജ്റംഗ് ദൾ എന്ന നവ ഫാഷിസ്റ്റ് സംഘടനയ്ക്ക് ഇതിലെന്ത് റോൾ എന്ന ചോദ്യമാണ് സാമാന്യ ബോധത്തിൽ തട്ടി ചിതറിപ്പോകുന്നത്. മതം മാറിയാലെന്താ, മതത്തിൽ നിന്നും മാറിയാലെന്താ, ഒരേ സമയം ഒന്നിലേറെ മതങ്ങൾ വിശ്വസിച്ചാലെന്താ, സ്വന്തമായി ഒരു മതം ഉണ്ടാക്കിയാലെന്താ എന്നൊക്കെ ചോദിക്കേണ്ടവർ മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഉന്മത്തരാകുന്നവർ മതം മാറ്റം എന്ന് കേൾക്കുമ്പോഴേക്കും വല്ലാതെ പരിഭ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ പരിഭ്രമത്തിൻ്റെ വേരുകൾ ജാതി മേൽക്കോയ്മ, മതപ്പേടിയിലാണ് അഥവാ അരാഷ്ട്രീയതയിലാണ് ആഴ്ന്നു കിടക്കുന്നത്.